അട്ടപ്പാടിയിലേക്കുള്ള എൻ്റെ ആദ്യ യാത്രയാണിത്. മണ്ണാർക്കാട് നിന്നും 35 കിലോമീറ്റർ യാത്ര ചെയ്തു വേണം അട്ടപ്പാടിയിലെ പ്രധാന വ്യാപാര കേന്ദ്രമായ ഗൂളിക്കടവ് എന്ന ടൗണിലേക്ക് എത്താൻ. ഗൂളിക്കടവിൽ നിന്നും 8 കിലോമീറ്റർ പോയാൽ ചിറ്റൂരിലാണ് സുഹൃത്ത് ബൈജു താമസിക്കുന്നത്. അതിമനോഹരമായ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. സ്ക്വയർ കിലോമീറ്ററോളം വിസ്തീർണമുള്ള വെസ്റ്റേൺ ഗാർഡ്സിലെ നീലഗിരി ഹിൽസിനാൽ ചുറ്റപ്പെട്ട അട്ടപ്പാടി ഹിൽസ് 3 വിഭാഗങ്ങളായി തരംതിരിക്കാം. മഴമേഘക്കാടുകളായും ഇലപ്പൊഴിയും കാടുകളും കുറ്റിക്കാടുകളും അതിൽ 249 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുള്ള പ്രൊട്ടക്റ്റഡ് മൗണ്ടൻ വാലിയും റിസർവ് ഫോറസ്റ്റുമുണ്ട്. സൈലന്റ് വാലി മുതൽ ഭവാനി നദി വരെ നീണ്ടു കിടക്കുന്നതാണ് ഈ അതിരുകൾ. ഈ യാത്രയിൽ 3-4 എപ്പിസോഡുകളിലായി അതിമനോഹരമായ സ്ഥലങ്ങൾ കാണാൻ പോകുന്നുണ്ട്. അതിൽ പ്രധാനമായും ഷോലയൂർ മലനിരകളിലെ കാറ്റാടിപ്പാടങ്ങളും മലയാള സിനിമ അയ്യപ്പനും കോശിയും ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളും ഭവാനി ഡാമിന് സമീപമുള്ള മലമുകളിലെ എടവാനി 0 പോയിന്റ് ഗ്രാമവും പുത്തൂരും നേച്ചർ ക്യാൻവാസ് എന്നറിയപ്പെടുന്ന നരസിമുക്കു വ്യൂ പോയിന്റും ഹിഡൻ വാട്ടർഫാൾസും ട്രൈബൽ ജീവിതവും കാണാൻ ചാവടിയൂർ എന്ന മലനിരകളിലെ ഗ്രാമവും സന്ദർശിക്കണം. ഇന്നത്തെ യാത്ര അട്ടപ്പാടിയുടെ വ്യാപാര കേന്ദ്രമായ ഗൂളിക്കടവിൽ നിന്നും 20 കിലോമീറ്റർ അകലെയുള്ള തമിഴ്നാട് ബോർഡർ ടൗൺ ആയ ആനക്കട്ടി എന്ന പ്രദേശത്തേക്കാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ അട്ടപ്പാടിയിലെ വേറൊരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഗൂളിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അട്ടപ്പാടിൻ്റെ മെയിൻ ടൗണാണ്. അട്ടപ്പാടിൻ്റെ ഏത് ഭാഗത്തായാലും ഇവിടേക്ക് വന്നിട്ടാണ് വ്യാപാരങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ? ഇവിടുന്ന് ശരിക്കും റോഡുകൾ തിരുന്നത് മണ്ണാർക്കാട്, കോയമ്പത്തൂർ, ആനക്കട്ടി പോകുന്നതാണ്. നമ്മൾ ആനക്കട്ടിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചകളാണ്. അപ്പൊ ആനക്കട്ടിയിലേക്ക് ഇവിടുന്ന് ഈ ഗൂളിക്കടവ് ആനക്കട്ടി എന്ന് വെച്ചാൽ തമിഴ്നാട് ബോർഡർ, അവിടുന്നാണ് കോയമ്പത്തൂരേക്കൊക്കെ പോകുന്നത്. അപ്പൊ അതുവരെയുള്ള കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ ശ്രമിക്കുന്നത്. മെയിൻ വഴികളും റോഡുകളും അതിന്റെ ഇടയ്ക്കുള്ള ഓരോ കാഴ്ചകളൊക്കെ ടൗണുകളും ചെറിയ ചെറിയ എല്ലാം കാണിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നതാണ്. ഓക്കെ,
ഈ സ്റ്റേഷൻ ഇതാണ് സ്റ്റോപ്പ്. രണ്ടാമത്തെ സ്ഥലമാണ് അഗളി വരുന്നത്. ഇത് അഗളിയാണ് ഈ കാണുന്നത്. അഗളി രണ്ടഗളിയുണ്ട്. രണ്ടകളിയുണ്ട്. ഓക്കെ ഓക്കെ. എന്താ കളി, എന്താ പേര്? ഒല്ല അഗളി തന്നെ അറിയപ്പെടുക. ഒരേ രീതിക്ക് തന്നെ അഗളി എന്നുള്ള പേരാണ്. നമ്മളിപ്പോൾ ആനക്കട്ടി പോകുന്ന റൂട്ടിലാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് സർക്കാർ ആട് വളർത്തൽ കേന്ദ്രമുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സന്ദർശിക്കുക. അവിടെ അണുനാശിനി വെള്ളത്തിൽ ചവിട്ടിയിട്ട് വേണം സത്യത്തിൽ അങ്ങോട്ടേക്ക് എൻട്രി ചെയ്യാൻ. പക്ഷെ ഇവിടെ വെള്ളം കുറവാണ്. ഗോഡ് ഫാം ഇവിടെ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. അട്ടപ്പാടി ബ്ലാക്ക് എന്ന് പറയുന്ന ആടുകൾ അവിടെ ഉള്ളത്. അത്യാവശ്യം വലിയൊരു ഫാമാണിത്. ഒരു 100-300 ഇത് സോളാർ എനർജി എടുക്കുകയാണ് ഫാമിലേക്കുള്ളത്. 100-300 ആടുകളാണുള്ളത്. എല്ലാത്തിനും ഇപ്പോഴും കുട്ടികളെ മാത്രമേ നമ്മൾ കണ്ടത്, ബാക്കിയൊക്കെ മേയാൻ പോയതാണ്. ഇത് ഗ്രാസ്, ആടുകൾക്ക് വേണ്ടിയുള്ള പുല്ല് വളർത്തുന്നതാണ് ഏരിയ. ആടുകൾ അവിടെ ഉണ്ട്, കുറച്ച് ദൂരത്തേക്കാണ്. ഗൂളിക്കടവ് അഗളി കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ചെറിയ ടൗണാണ് കോട്ടത്തറ എന്ന് പറയുന്ന ടൗണായി കാണുന്നത്. കൊട്ടുണ്ടാക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ? ഇത് എവിടുന്നാ കൊണ്ടുവരുന്ന ഓടാ? ചിറ്റൂരാ? പോകുന്ന വഴിക്ക് കണ്ട ഒരു ട്രഡീഷണൽ കൊട്ടുണ്ടാക്കുന്ന ഇപ്പൊ തുടങ്ങുന്നേ ഉള്ളൂ അവരുണ്ടാക്കാൻ. ഈ പാലം വിഭജിക്കുന്ന 2 പഞ്ചായത്തിനാണ്. നമ്മൾ അപ്പുറത്ത് കണ്ടാണ് അഗളി പഞ്ചായത്ത്. പിന്നെ ഈ പാലം കഴിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പോന്നു കഴിഞ്ഞാലാണ് ഇപ്പുറത്താണ് ഷോളയൂർ പഞ്ചായത്ത്. രണ്ടും 2 അങ്ങാടി അപ്പുറത്ത് ടൗൺ ഉണ്ട്. രണ്ടും കോട്ടത്തറ ടൗൺ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ആനക്കട്ടിക്ക് ഏകദേശം 10 കിലോമീറ്റർ ഉള്ളത്. ഞങ്ങളിപ്പോൾ കുറച്ച് ഹൈറ്റിൽ കാണാൻ പോകുന്നത് ഗവൺമെൻറ് ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അട്ടപ്പാടി ഏരിയയിൽ മുഴുവനായിട്ടും എൻ്റെ ആനക്കട്ടിയിലെ എല്ലാ ഭാഗങ്ങളിലേക്കും വെള്ളം സപ്ലൈ ചെയ്യുന്ന ജലനിധി പ്രോഗ്രാം. അഗളി, കൂളിക്കടവ്, കോട്ടത്തറ, ആനക്കട്ടി എന്നീ ഇപ്പോഴത്തെ എല്ലാ ഈ കടകളിലോട്ടൊക്കെ നമ്മൾ ഈ പ്യൂരിഫൈ ചെയ്ത വാട്ടർ സപ്ലൈ ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടുന്ന് പ്യൂരിഫൈ ആകുന്ന വാട്ടറാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, അതൊന്ന് കണ്ടിട്ട് വരാം നമുക്ക്. ഭയങ്കര കുത്തനുള്ള കയറ്റാണ്. തടാകമായേനെ, പക്ഷേ കുടിക്കാനുള്ള വെള്ളം ഇവര് ഇവിടെ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. എങ്ങനെ?
കുടിക്കാനുള്ള ആനകൾക്ക് കുടിക്കാനുള്ള വെള്ളം ഇവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ കാണുന്നതാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇത് ഏത് സമയത്ത് ഇതിൽ വെള്ളം ഉണ്ടാവും? എപ്പോഴും ഉണ്ടാവും, വേനലായാലും വർഷമായാലും ഒക്കെ. ഓക്കെ, അപ്പൊ ജലനിധിയിൽ നിന്നുള്ള പിന്നെ ഓവർഫ്ലോ ചെയ്യുന്ന വെള്ളം ഇതിലേക്ക് വരും. ആനകൾ സ്ഥിരമായിട്ട് വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇറങ്ങുന്ന ഇത് സമയമായതുകൊണ്ട് അവർക്ക് എപ്പോഴും ഇവിടെ വെള്ളം സ്റ്റോക്ക് ആയിരിക്കും. വളരെ ഹെൽപ്ഫുൾ അല്ലേ? അതെ അതെ അതെ, ഏത് വേനലിലും ഇവിടെ ഉണ്ടാവും. അവർക്ക് സ്റ്റോർ ചെയ്യാൻ കാരണം വെള്ളം കിട്ടാത്തൊരു ഏരിയ ആകുമ്പോഴേ. അതെ 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 അതെ, അവര് വരുന്നത് ഇതിലെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതിലെങ്ങനെ വന്നിട്ട് ആന വന്നിട്ട് ഇവിടെ കുടിച്ചിട്ട് തിരിച്ചങ്ങോട്ട് പോകും. ഇവര് താഴെ ഒന്നും ഇറങ്ങാറില്ല. വന്ന കുട്ടികളായിട്ട് വരും. നമുക്ക് മേലാടെ പോയി കാണാം അല്ലേ? നിങ്ങള് പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വന്ന് കാണാൻ വരുന്നല്ലേ? നമ്മൾ അവിടെ കാണുള്ളൂ. നിങ്ങളെ വീട് ഇവിടെയാണ്, അപ്പോൾ ഈസി ആയിട്ട് കാണാം. അതെ അതെ അതെ, ആ താഴെ നോക്കിക്കഴിഞ്ഞാൽ മേലെ വരയ്ക്കും കാണാം, അത് വരയ്ക്കും കാണാം. അവര് വരുന്നതൊക്കെ കാണാൻ സാധിക്കും. ശരി ശരി, ഓക്കെ. അപ്പൊ ഇതാണ് ജലനിധി അല്ലേ? ഇതാണ് ജലനിധി. ഓക്കെ ഓക്കെ, മേലെ കയറണ്ടെന്ന് പറയും. അപ്പൊ അത് ടാങ്കായി കാണുന്നത്. അതെ അതെ, ഈ ടാങ്ക്. യെസ് യെസ്, ഓക്കെ. മേലെ കയറി നല്ലൊരു സൈറ്റ് കിട്ടും. കയറിക്കോളി. ഇത് ഇവിടെ നിന്നുള്ള ഹൈറ്റ് എന്നുള്ള സീൻ കാണാം. സീന ബാക്കിലൊക്കെ ഒരു മലയും കാടുമായിട്ടുള്ളത്. ആനക്കട്ടി എല്ലാ സ്ഥലങ്ങളിലും വെള്ളാഗളി എല്ലാ ഭാഗങ്ങളിലും വെള്ളം സപ്ലൈ ചെയ്യുന്ന ടാങ്കിൻ്റെ ജലനിധി എന്ന് പറഞ്ഞ ടാങ്കിൻ്റെ മേലാണ് നിൽക്കുന്നത്. ഭയങ്കര സൈറ്റാണ്. ഒരു മലൻ്റെ മുകളിലാണ് ഇത് ഫിക്സ് ചെയ്തത്. ഇവർ വളരെ ദൂരെ, എത്രയോ കിലോമീറ്റർ ദൂരെ നിന്ന് പമ്പ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ നിന്നിട്ട് സപ്ലൈ ചെയ്യാം. എന്തായാലും ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. 15 10 15 20 കിലോമീറ്റർ ഉള്ളൂ. ഓക്കെ ഓക്കെ, 20 കിലോമീറ്റർ ഉള്ളൂ മലന്റെ ഇതാണ്. ബൈ ബൈ, താങ്ക് യു. ഇനി പോവാം, നമുക്ക് അടുത്ത സ്റ്റേഷൻ പോവാം. ഇത്ര ഹൈറ്റിലാണ് വെള്ളം നിൽക്കുന്നത്. അതാണ് നമുക്ക് ഒരു വലിയൊരു ഹെൽപ്പ് ആനകൾക്ക് വേണ്ടിയില്ലേ ഇവർ ചെയ്തത്. പക്ഷികൾക്ക് എല്ലാത്തിനും. അതെ അതെ, പക്ഷി മൃഗാദികൾക്കെല്ലാം. അതുപോലെ അതിന്റെ അതേ കുളത്തിൽ നിന്ന് ഓവർഫ്ലോ ചെയ്തിട്ട് വരുന്ന വേറൊരു വാട്ടറിന്റെ വെള്ളം വലിയല്ല, താഴെ പോയാൽ ഇനിയും വെള്ളം എന്തായാലും അതിന്റെ ഓവർഫ്ലോ ചെയ്ത് വരുന്ന വേറെ വെള്ളം ഇതെവിടെ കണ്ട് അതിനുള്ള ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട് അവര്. ആനക്കട്ടി മണ്ണാർക്കാട്, തൃശ്ശൂരിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. തൃശ്ശൂരാ? നമ്മൾ ഈ കാണുന്ന ടൗണാണ് കേരളത്തിൽപ്പെട്ട ആനക്കട്ടി. ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പാല, കോഴിക്കോടൊക്കെ ബസ് ഇവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം ചെറിയ നല്ല ടൗണാണ് ഇവിടെ. ഇവിടെ നമുക്ക് മുമ്പിൽ കാണുന്ന ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ കാണുന്ന ചെക്ക് പോസ്റ്റാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടായി. ഒരു പാലമുണ്ട്, പാലത്തിൻ്റെ അടുത്തേക്ക് പോവാം. കേരള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്, വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ്.
ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോട്ടറി ടിക്കറ്റ് ഇഷ്ടംപോലെ വിൽക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ തമിഴ്നാടിൻ്റെ ആൾക്കാർ ഇഷ്ടംപോലെ വന്ന് ഒരുപാട് കടകളുണ്ട് ഇവിടെ. ലോട്ടറിൻ്റെ മുഴുവനും ലോട്ടറി കടകളാണ്. ഫുള്ള് ലോട്ടറി കടകളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് ഇഷ്ടം പോലെ അവർ ലോട്ടറി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ ഇതൊക്കെ ലോട്ടറി ടിക്കറ്റ് അവിടെ എല്ലാം കാണാം. ലോട്ടറി കടകൾ ആനക്കട്ടി പാലം, കുടുന്തറപ്പള്ളം തോട്. ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയൊക്കെ ലോട്ടറിൻ്റെ ഇത് കാണാം. അവിടെ അനപ്പുറത്തേക്ക് ലോട്ടറി ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഇത് തമിഴ്നാട്ടിൽ വിൽക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അവിടുന്ന് ആൾക്കാർ വന്ന് ഇവിടുന്ന് എടുത്തിട്ട് ഈ പാലം ഇതാണ് ശരിക്കും ഇവിടുത്തെ ഡിവൈഡ് ചെയ്യുന്നത്. 2 സ്റ്റേറ്റിനെ ഡിവൈഡ് ചെയ്യുന്ന പാലമായി കാണും നമ്മൾ. അവിടെ ഒരു അമ്പലമുണ്ട്. ജസ്റ്റ് ബോർഡറിൽ ഫസ്റ്റ് കാണുന്ന ഒരു അമ്പലം കണ്ട് ആ ടെറസിൻ്റെ മോളാണ് ശരിക്കും അതിൻ്റെ ബിംബങ്ങൾ ഉണ്ടാക്കിയിട്ടത്. പാലത്തിൽ വെള്ളമൊന്നുമില്ല. പഴയ ഇത് ഡ്രൈ ആണ്. തോട് ഡ്രൈ ആണ് ശരിക്കും. ചെറിയ ചെറിയ കുറച്ച് വെള്ളമൊക്കെ കാണുന്നുള്ളൂ. പഴയ പാലം അതിലായിരുന്നു പോയിരുന്നത്. പിന്നെ അവരിങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഇത് മണ്ണാർക്കാട് പോകുന്ന ബസ്സായി കാണുന്നത്. പുറത്തേക്ക് വന്നാൽ ലോട്ടറി ഉണ്ടാവില്ല. അതാണ് അതിശയം. ഇവിടെ പിന്നെ തമിഴ് സ്റ്റൈലിലേക്ക് മാറി ഫുള്ളായിട്ട് കടകളൊക്കെ. ഇവിടെ കാണാൻ ഇത് കണ്ടില്ല, ആനക്കട്ടി പാലം എഴുതിയിട്ട് തമിഴിൽ തുടങ്ങി. തമിഴിലാണ് ഒക്കെ ബോർഡുകളൊക്കെ എഴുതിയിട്ടുള്ളത്. സ്റ്റേറ്റ് ബോർഡർ എൻഡ്സ് കോയമ്പത്തൂർ ഡിവിഷൻ ലിമിറ്റ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു പാലത്തിൻ്റെ ഡിവൈഡിൽ കംപ്ലീറ്റ് ചേഞ്ച് ആണ്. അപ്പോൾ ഇത് തമിഴ്നാട് സൈഡിലെ ആനക്കട്ടി നമ്മളിപ്പോൾ കാണുന്നത്. ആനക്കട്ടി തമിഴ്നാട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ബോർഡിൽ. അപ്പുറത്ത് ആനക്കട്ടി കേരള എന്ന് എഴുതിയേക്കും. ഞാൻ ആനക്കട്ടി അങ്ങാടി കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ പ്രത്യേകത എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സ്റ്റേറ്റിന് വിഭജിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഉള്ളത്. അതാണ് ഏറ്റവും അപ്പുറം ആനക്കട്ടി എന്ന് പറയും. ഇപ്പോൾ ഈ ഭാഗത്തെ ആനക്കട്ടി എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ നമുക്ക് റോഡ് സൈൻ കാണാം. സേലത്തേക്ക് 188 കിലോമീറ്റർ, മധുരൈ 249, പളനി 138, തിരുച്ചിറപ്പള്ളി 235, പിന്നെ കോയമ്പത്തൂർ ജസ്റ്റ് 37. അതാ 40 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ എത്തും. ഈ കോയമ്പത്തൂരേക്ക് പോകുന്ന ബസ് സ്റ്റാൻഡാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടുന്ന് 37 കിലോമീറ്റർ ജസ്റ്റ് പോയി കഴിഞ്ഞാൽ കോയമ്പത്തൂർ ടൗണിലെത്തും. ഒരു 3/4 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ കേരളമായിട്ട് ഏകദേശം 7 റുപ്യേൻ്റെ വ്യത്യാസമുണ്ട് അല്ലേ? 7 റുപ്പീസ്. 108.48 അവിടെ. നാട്ടിൽ 114 രൂപ അല്ലേ? റേറ്റ് അങ്ങനെയല്ലേ വരുന്നത് അല്ലേ? ഇപ്പോൾ പെർമനൻറ്റ് ഇത്ര കുറച്ചായിട്ട് ഈ റേറ്റ് തന്നെ വരുന്നത്? ഓക്കെ എന്ന് വെച്ചാൽ 7 രൂപേൻ്റെ വ്യത്യാസമാണ് ശരിക്കും നമ്മളെ കേരളത്തിലെ പെട്രോളും തമിഴ്നാട് പെട്രോളും തമ്മിലുള്ള. എന്ന് വെച്ചാൽ ആനക്കട്ടിയിൽ ജസ്റ്റ് 1 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് പോകുന്ന ഈ പമ്പായി. അപ്പോൾ ആ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഓക്കെ, ഓക്കെ. അപ്പോൾ തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് ഞാൻ വീണ്ടും കേരളത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അട്ടപ്പാടിയെ കുറിച്ച് മാക്സിമം നല്ല വീഡിയോകൾ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ശരിക്കും അട്ടപ്പാടി എന്ന് എല്ലാവരും വിചാരിക്കുന്ന വെറും സൈലൻറ്റ് വാലി, അവിടുത്തെ സഫാരി പാർക്ക് മാത്രമേ ഉള്ളൂ. ശരി, 3 വിഭാഗങ്ങളായിട്ട് മഴക്കാടുകൾ, ഇലപ്പൊഴിയും കാടുകൾ,
പിന്നെ കുറ്റിക്കാടുകൾ, അങ്ങനെ ഒരുപാട് ഭയങ്കര സൗന്ദര്യമുള്ള നല്ല വീഡിയോകൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് 3-4 എപ്പിസോഡിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്നിപ്പം നീ കണ്ടത് ഇവിടുത്തെ വ്യാപാര കേന്ദ്ര ഗൂളിക്കടവ് മുതൽ ആനക്കട്ടി വരെയുള്ള ഒരു ചെറിയൊരു എപ്പിസോഡ് ഞങ്ങൾ കാണിക്കാൻ ശ്രമിച്ചത്. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ച് നിങ്ങൾക്കും വളരെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അല്ല, ഫ്യൂച്ചറിലൊക്കെ സപ്പോർട്ട് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും താങ്ക് യു പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. ഇടട്ടെ എന്നാ ആരെയാണ് ഈ പെണ്ണ് വെച്ചിരിക്കണത് കേട്ടോ. അപ്പൊ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ ആരും എന്റെ അടുത്ത് വരണ്ട, നമ്മള് മുണ്ടില്ലാതെയാണ് ഇരിക്കണത്. നീലഗിരി ഊട്ടി മേഖലകളാണ് ആ മൊത്തം കാണുന്നത്. ആ മഞ്ഞുമൂടി കിടക്കുന്നത് കണ്ടോ, ഇതിന് നേരെ മലപ്പുറം ജില്ലയാണ് നേരെ.